കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതെവിടെയാണെന്നല്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്, കോളത്തിനടുത്ത് വെള്ളാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയാണ്. പലതരത്തിലുള്ള ഈ ക്രാഫ്റ്റും എല്ലാം ചെയ്യുന്ന, ആർട്സും അതുപോലെ ക്രാഫ്റ്റും എല്ലാം കൂടെ ചെയ്യുന്ന കലാകാരന്മാരെ സംയോജിപ്പിച്ച് ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരിവിടെ നിന്ന് തന്നെയാണ് അവരവരുടെ വർക്കൊക്കെ ചെയ്യുന്നത്. ഇവിടെ തന്നെ സെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറേ നാളായി ഞാനിത് കാണണമെന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. പിന്നാണത് സാധിച്ചത്. അപ്പോൾ ഞാനും ശിഖയുണ്ട്. നമുക്ക് ഈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് കംപ്ലീറ്റ് ഒന്ന് നടന്നു നോക്കാം. എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണെന്നോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡൊമിനിയോ ദീപക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ക്രാഫ്റ്റ്സ് വില്ലേജിലോട്ട്. അപ്പോൾ അത് ഹൈവേയിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടുന്നത്. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഒരുക്കൊന്നും ഇല്ലാതെ നമുക്കൊരു അരമണിക്കൂറിൽ താഴെ തന്നെ നമുക്ക് ഈ വില്ലേജിൽ എത്താൻ സാധിക്കും. ഈ വില്ലേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിറയെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല ഒരു നീറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. 2021 ജാനുവരി 16 കേട്ടോ ഈ വില്ലേജ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടുത്തെ മെയിൻ എൻട്രൻസിന്റെ സൈഡിൽ തന്നെ നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ എല്ലാ ടിക്കറ്റ് റേറ്റ്സും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എൻട്രി ഫീ, പാർക്കിംഗ് ഫീ, അതുപോലെ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഫീ, എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ആണ്. അത്യാവശ്യം 10-25 കാറുകൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 8.5 ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്താണ് ഈ ക്രാഫ്റ്റ്സ് വില്ലേജ് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പല ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ട് അവരുടെ കലാരൂപങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ സ്റ്റുഡിയോസ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ആ സ്റ്റുഡിയോസ് വിസിറ്റ് ചെയ്യാനായിട്ട് കയറിപ്പോകുന്ന വഴി കണ്ടോ, എന്ത് രസമാണല്ലേ. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ട്രഡീഷണൽ ആർട്ട് ഫോംസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയാണ്. അതായത് നമ്മളുടെ പല കലാരൂപങ്ങളുടെയും മിനിയേച്ചേഴ്സ് ഉണ്ടാക്കുന്ന കലാകാരന്മാർ ചെയ്തു വെച്ചേക്കുന്ന കലാരൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ഫിനിഷോട് കൂടിയാണ് ഇവർ ഇതൊക്കെ ചെയ്തേക്കുന്നതെന്ന് കണ്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് നിന്ന് ഓരോ ഐറ്റംസും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ എന്തോരം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോന്ന് ചെയ്യുന്നതെന്ന്. അപ്പം അടുത്തതായിട്ട് ഡിസബിലിറ്റി മൊണ്ടാഷ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയാണ്. അതായത് ശാരീരികവും മാനസികവുമായിട്ട് വൈകല്യം സംഭവിച്ചിട്ടുള്ള കലാകാരന്മാർ ഉണ്ടാക്കിയേക്കുന്ന കലാരൂപങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെല്ലാം ടൈപ്പ് സാധനങ്ങൾ അവരുണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് നോക്കി. പെയിൻറ്റിങ്സ് ഉണ്ട്, ക്രാഫ്റ്റ്, ആർട്ട് വർക്ക്, അങ്ങനെ നോർമലായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ആ ഒരു ഫിനിഷോട് കൂടി തന്നെയാണ് ഇവരും എല്ലാ രൂപങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സമ്മർ ടൈം ആണെങ്കിലേ നമ്മൾ ഈ ഇടനാഴിയിൽ കൂടെ നടക്കുമ്പോൾ നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മേളിൽ തടിയും ഓടും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ടായിരിക്കാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു സ്റ്റുഡിയോ ആണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മൃദംഗം, ചെണ്ട, തബല, ഇടയ്ക്ക, അങ്ങനെയുള്ള നമ്മളുടെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം. അതുപോലെ അതിന്റെ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. കീ ചെയിൻസ്, മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം സെയിലിനും കൂടെ ആയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നോക്കി നമുക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ചെണ്ടയൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ. നമുക്കിതൊക്കെ കൊട്ടി നോക്കാം കേട്ടോ, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. തേക്ക് കൊണ്ട് എന്തെല്ലാം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് നോക്കിയേ, ചെറുതും വലുതുമായിട്ടുള്ള എന്തെല്ലാം രൂപങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് കണ്ടോ. എല്ലാം ഹാൻഡ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ തേക്കാണല്ലോ. ഈ ഒരു ഗണപതിയുടെ ഈ ഒരു വിഗ്രഹം തന്നെ ഏകദേശം 13.5 ലക്ഷം രൂപയാണ് വില. ഞാൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൽ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ വന്ന് പല ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഇവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ രൂപങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഭയങ്കര ഫിനിഷോടുകൂടിയാണ് എല്ലാം ചെയ്തേക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്റ്റുഡിയോസിലും ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തേക്കുന്ന വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്രയും പെർഫെക്ഷൻ ഉണ്ട്.
ശ്രീ KR മോഹനൻ എന്ന് പറയുന്ന ഒരു അതിപ്രശസ്തനായ ശില്പിയാണ് ഈ രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അദ്ദേഹത്തിന് 2017 ശില്പഗുരു എന്ന് പറയുന്ന അവാർഡും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇടനാഴിയുടെ 2 സൈഡിലും നോക്കിയാലേ നമുക്ക് ഇരിക്കാൻ പാകത്തിനാണ് ഇവരിങ്ങനെ ചെറിയ മതിൽ പോലെ കെട്ടിയേക്കുന്നത്, പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഇരുന്ന് വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പച്ചപ്പാന്ന് നോക്കിയേ. ക്വിൽറ്റ് പേപ്പർ ക്രാഫ്റ്റ് എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്താണ് പരിപാടി എന്നുള്ളത് എനിക്കും വലിയ പിടി പോരാ. നമുക്ക് ഒന്നിച്ചൊന്ന് കയറി നോക്കാം എന്താണ് ഈ ക്വിൽറ്റ് പേപ്പർ ക്രാഫ്റ്റ് എന്നുള്ളത്. ഇപ്പം ഇവിടെ നിറയെ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഒറ്റ നോട്ടത്തിൽ നോർമൽ ഫോട്ടോഗ്രാഫ്സാണ്, പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് കണ്ടോ, പേപ്പേഴ്സ് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ വെച്ചിട്ടാണ് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. എത്ര പെയിൻ എടുത്തായിരിക്കും ആ ഒരു പടം ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പം നമ്മളിത് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്, പക്ഷേ ഓരോന്നും ഇങ്ങനെ പേപ്പർ മടക്കി മടക്കിയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അവരുടെ വർക്ക് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഇരുന്ന് തന്നെയാണ് ഇവർ ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇതൊരു ഭയങ്കരമായ കല തന്നെയാണല്ലേ. ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നോക്കിയേ, എന്ത് കറക്റ്റായിട്ട് എന്ത് പ്രിസിഷനോട് കൂടിയാണ് അവരിതെല്ലാം ചെയ്തേക്കുന്നതെന്ന് കണ്ടോ. ആ ഒരു രൂപത്തിലോട്ട് അതിനെ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് അല്ല ഇത്. അപ്പം അടുത്തത് ഉരു ക്രാഫ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കടലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പായ് കപ്പലുകൾ. അപ്പം ഈ ഉരുവിൻ്റെ പല വലിപ്പത്തിലും പല രൂപത്തിലുമുള്ള മോഡലുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് ഈ കാണുന്നത്. എന്തെല്ലാം ടൈപ്പ് ഉരുക്കളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് കണ്ടോ. പണ്ടത്തെ ആ ഒരു ഉരു മോഡലൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു കലാകാരനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വർക്ക്ഷോപ്പ്. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. തേങ്ങയും കരിക്കും വെള്ളവും മാത്രം ഉപയോഗിച്ച് ശീലമുള്ള നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റുഡിയോയിൽ വരുമ്പോൾ മനസ്സിലാവും ഈ തേങ്ങയും അതിൻ്റെ ചകിരിയും തൊണ്ടും എല്ലാം കൊണ്ട് എന്തെല്ലാം കലാരൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഒന്ന് നോക്കിയേ, ശരിക്കും ഞാൻ ഇവിടെ നിന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇവർ ഈ ചകിരിയിലും അതുപോലെ തൊണ്ടിലും ഒക്കെ തീർത്ത് വെച്ചേക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള ആ ഒരു തേങ്ങയിലാണ് ഇവരിതെല്ലാം തീർക്കുന്നത്. കണ്ടോ, ആ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ അതിൻ്റെ ഫിനിഷൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് കണ്ടോ. ഇതേ ഒരു തേങ്ങ 2ആയിട്ട് പിളർന്നിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. വിഗ്രഹങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇത് ചിരട്ടയിലാണ് തീർത്തേക്കുന്നത്. ശ്രീ പ്രതാപ് എന്ന് പറയുന്ന ഈ കലാകാരനാണ് ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ രൂപങ്ങളും ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഒരു കഥകളിയുടെ രൂപം ശ്രദ്ധിച്ചോ, ഉണക്കത്തേങ്ങയിൽ ചെയ്തേക്കുന്ന ഒരു കഥകളിയുടെ രൂപമാണിത്. അതുപോലെ ഈ ഗണപതിയുടെ വിഗ്രഹം, ഇതെല്ലാം എത്ര ടൈം എടുത്തിട്ടായിരിക്കും ഇദ്ദേഹം ഇതൊക്കെ ചെയ്തേക്കുന്നത്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും ഒരു തേങ്ങ വെച്ച് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. വേൾഡ് ടൂറിസം മാപ്പിൽ വരെ നമ്മളുടെ ഈ ഒരു ക്രാഫ്റ്റ് വില്ലേജ് എത്തിപ്പറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കാണുന്ന ഉഗാണ്ട ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ. ഉഗാണ്ടയിൽ നിന്നുള്ള ഒരു സംഘം ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്തേക്കുന്ന വർക്കുകളാണ് ഇവിടെ ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവർ ഉഗാണ്ടയിൽ നിന്നും ഇവിടെ വന്ന് ഇവിടെ താമസിച്ചിട്ട് ഇവിടെ ഈ വർക്ക് എല്ലാം ചെയ്ത് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ഗ്ലാസിൽ എങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാം. കണ്ടോ, ബോട്ടിൽസും അതുപോലെയുള്ള ഐറ്റംസിലും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നുണ്ടോ. ഇത് നോക്കിയേ, ഗ്ലാസ് പാർട്ടീഷൻ, അതിനകത്ത് ഇങ്ങനെ ഓരോ പെയിന്റിങ്സ്. കൊള്ളാം അല്ലേ. ഞാൻ ഏതായാലും എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, എല്ലാം കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ്. എല്ലാം നമുക്ക് മറ്റേ ചെറിയ ക്യൂരിയോസ് ആണ്, ഷോ പീസുകളാണ് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് ഒരു ലാമിനേറ്റഡ് വുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ. ലാമിനേറ്റഡ് വുഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആഹാ, ആമാടപ്പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആമാടപ്പെട്ടികൾ ഇങ്ങനെ കാണാനായിട്ട്. പല വലിപ്പത്തിലും പല ഡിസൈനിലും ഉള്ള ക്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്.
കുറേ നേരമായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റുഡിയോയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയത് കാരണം നല്ല ടയേർഡായതുപോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവരുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ അടുത്തത് ടെറാക്കോട്ട ആൻഡ് സിറാമിക് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ടെറാക്കോട്ടയിൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇത് ഷിനു പ്രസാദ്, ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന മൊബൈൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ ശ്രീ ഷിനു തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഇദ്ദേഹമാണ് ശ്രീ ശിവപ്രകാശ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ രണ്ടാമത്തെ ആർട്ടിസ്റ്റ്. ഒരു ഫോമിലാണ് മണ്ണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വയനാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ജിയോളജി വകുപ്പിൻ്റെ പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ മണ്ണ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചുമ്മാ പോയി എടുക്കാനൊന്നും പറ്റില്ല. അത്യാവശ്യം നല്ല വിലയും ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ചൂസ് ചെയ്യണ കൂടുതൽ മണലിൻ്റെ അളവ് കുറഞ്ഞ മണ്ണാണ്. അപ്പം അത് നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഈ റോ ഫോമിൽ കൊണ്ടുവന്നു പൊടിച്ചതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി മണ്ണ് മെഷീനുണ്ട്. പക്മില്ല് എന്ന് പറഞ്ഞ മെഷീനുണ്ട്. അതിൽ നമ്മൾ വെള്ളം നനച്ചതിനെ കുതിർത്തിട്ട് അരയ്ക്കും, ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെ 4-5 തവണ അരച്ച് ചവിട്ടിയെടുക്കണം. ഇത്ര സോഫ്റ്റ് ആയിട്ട് ഈ ഒരു മണ്ണിന് ഈ ഒരു പരിപാടി വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ കളിമണ്ണെന്ന് പറയും. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വർക്ക് ചെയ്യേണ്ട മണ്ണ് റെഡിയാക്കാൻ തന്നെ ഒരു 2-3 ദിവസം. നമ്മളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ കളിമണ്ണ് ഇത്രയും ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ ഓരോ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത്? എനിക്കതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് കണ്ടോ, എന്ത് മൈന്യൂട്ടായിട്ടുള്ള ടൂൾസ് വെച്ചാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടില്ലേ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ എന്തും വേണ്ടി പെയിനായി ഇടുന്നതെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് മനസ്സിലാവും. എത്ര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു വർക്കാണെന്നുള്ളത്. നമ്മൾ കാണുന്നത് ഈ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാത്രമാണ്. പക്ഷേ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരിടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും കൂടെ ചേർത്തിട്ടായിരിക്കും അവരതിനൊക്കെ വിലയിടുന്നത്. പക്ഷേ ഇവിടെ എല്ലാം റീസണബിൾ പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള 2 യങ്സ്റ്റേഴ്സ് തന്നെയാണ്. ഹാൻഡ്ലൂം വില്ലേജ് അല്ലെങ്കിൽ കൈത്തറി വില്ലേജ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തെല്ലാം ടൈപ്പ് ഡ്രസ്സസാണ് ഇവിടെ കിടക്കുന്നതെന്ന് കണ്ടോ. ഷർട്ട്സ് ഉണ്ട്, സാരീസ്, അതുപോലെ മുണ്ട്, കുട്ടികളുടെ ഡ്രസ്സ്, എല്ലാം ഹാൻഡ്ലൂം ഡ്രസ്സസാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അവർ ആ മെഷീൻസ് പ്രവർത്തിപ്പിച്ച് കാണിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പല ടൈപ്പ് മെഷീൻസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ ഹാളിലാണ് ഈ മെഷീൻസ് എല്ലാം വെച്ചേക്കുന്നത്. ഇപ്പം നോർമലി നമ്മൾ ഈ കൈത്തറി എന്നൊക്കെ പറയുമ്പം നമ്മളുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ബാലരാമപുരം കൈത്തറിയല്ലേ. പക്ഷേ അത് മാത്രമല്ല, വേറെ പല ടൈപ്പ് കൈത്തറി അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ചെണ്ടമംഗലം, എറണാകുളം ചെണ്ടമംഗലം, തൃശ്ശൂർ, കുത്തമ്പള്ളി, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മെഷീൻസിൻ്റെ മുമ്പിലും അങ്ങനത്തെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഹാൻഡ്ലൂംസ് ആണ് ആ മെഷീൻസിനകത്ത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കുറച്ചു നേരം ഞാനിവിടെ നോക്കി നിന്ന്. എനിക്ക് ഒന്നും അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മാത്രമേ ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇവരിത് വീവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഇത് ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാം. കൈത്തറിയുടെ പ്രവർത്തനമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്നേക്കുന്നത് കെയിൻ ക്രാഫ്റ്റ് ആണ്. അതായത് ചൂരൽ വെച്ചുണ്ടാക്കുന്ന ഫേർണിച്ചർ, അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഒരു കാലത്ത് നമ്മളുടെ വീടിൻ്റെയൊക്കെ സ്വീകരണ മുറിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചൂരലിൽ ഉണ്ടാക്കിയിട്ടുള്ള മേശ, കസേരയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ചൂരലിൽ ഉണ്ടാക്കുന്ന പല ടൈപ്പിലുള്ള ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും വാങ്ങാനും സാധിക്കും.
ഹാമക്ക് ആൻഡ് ജുവല്ലറി. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പലതരത്തിലുള്ള ഹാമക്സ് അതുപോലെ ജുവല്ലറി ഉള്ള ഒരു സ്റ്റുഡിയോ ആണിതെന്ന് മനസ്സിലായി. പലതരത്തിലുള്ള ഐറ്റംസ് ഉള്ളിലൊക്കെ ചെയ്തേക്കുന്ന പല ഐറ്റംസ് ഇവിടെ കാണാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും കളർഫുള്ളായിട്ടുള്ള പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഷോ പീസുകളാണ്. പിന്നെ ഇതേ കുറേ ടൈപ്പ് ഹാമക്സ് ഇവിടെ കിടപ്പുണ്ട്. എല്ലാം കളർഫുള്ളാണ് കേട്ടോ. ഇവിടെ കാണുന്ന ഐറ്റംസ് എല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ടൈപ്പ് ഓഫ് ഓർണമെന്റ്സ്, പലതരത്തിലെ മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന പല ടൈപ്പിലുള്ള ഓർണമെന്റ്സും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. നല്ല ഫിനിഷിൽ തന്നെയാണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സും ചെയ്തേക്കുന്നത്. അതിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ മാത്രമല്ല ഞാൻ കണ്ടത്. നമ്മൾ ഇതുവരെ കണ്ടു വന്നേക്കുന്ന എല്ലാ സ്റ്റുഡിയോയിലും എല്ലാ പ്രോഡക്ട്സും ഈ പറഞ്ഞ പോലെ വളരെ പ്രൊഫഷണലായിട്ടും വളരെ സ്കിൽഫുള്ളായിട്ടും ചെയ്തേക്കുവാണ് എല്ലാ ഐറ്റംസും. പലതരത്തിലുള്ള വുഡിൽ തീർത്തേക്കുന്ന പല ഐറ്റംസ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ റോസ് വുഡിൽ തീർത്തേക്കുന്ന ഐറ്റംസ് ആണ് ഡിസ്പ്ലേയിലുള്ളത്. റോസ് വുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, നമ്മളുടെ ഈട്ടിയാണ്, കരി ഈട്ടി. അപ്പോൾ ആ ഈട്ടിയിൽ ചെയ്തേക്കുന്ന ഐറ്റംസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൊള്ളാം, എല്ലാം നല്ല ഐറ്റംസ് തന്നെയാണ് ഇവിടെയും ഡിസ്പ്ലേയിലുള്ളത്. കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് കോക്കനട്ട് ഹസ്ക് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് നേരത്തെ തേങ്ങ മുഴുവനായിട്ടുള്ള തേങ്ങയും അതുപോലെ ചകിരിയും വെച്ചിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ചിരട്ട വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. എല്ലാം നല്ല ലാക്കറൊക്കെ അടിച്ചിട്ട് നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? പൂരം ക്രാഫ്റ്റ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് തൃശ്ശൂർ പൂരമൊക്കെയാണ്. അപ്പം ഈ പൂരത്തിന് ആനകൾക്ക് ഉപയോഗിക്കുന്ന ചമയങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം ഉണ്ട്. നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഡിസ്പ്ലേയിലാണ്. ഇവിടെ സെയിലിനും ഇത് അവൈലബിൾ ആണ്. റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത്. നമുക്ക് വീടുമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല പെർഫെക്ഷൻ തന്നെയാണ് ഈ ഐറ്റംസിനും. കാണാനായിട്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട്. മിക്ക വീടുകളിലും ഇപ്പം ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ആറന്മുള കണ്ണാടി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ പല വലുപ്പത്തിലുള്ള ആറന്മുള കണ്ണാടികൾ നമുക്കിവിടെ ലഭിക്കും. ആറന്മുള കണ്ണാടിയെ കുറിച്ചുള്ള ഒരു ചെറിയ റൈറ്റപ്പും ഇവിടെ കാണാൻ സാധിക്കും നമുക്ക്. ഈ ക്രാഫ്റ്റ് വില്ലേജ് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ സെറ്റപ്പ് തന്നെയാണ്. കാര്യം എത്ര ആർട്ടിസ്റ്റുകളെയാണ് ഇവർ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കൊണ്ടുവന്നേക്കുന്നതെന്ന് തന്നെ കണ്ടില്ലേ. വൈറ്റ് വുഡിന്റെ ക്രാഫ്റ്റാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. നമ്മൾ റോസ് വുഡ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് വൈറ്റ് വുഡാണ്. എന്താണ് വൈറ്റ് വുഡിന്റെ പ്രത്യേകത എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മളുടെ ചന്ദനത്തിന്റെ കളറിലുള്ള ഒരു വുഡാണ്. അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് അതുപോലെയുള്ള ബിൽഡിങ്സിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള പല വലുപ്പത്തിനുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. നെട്ടൂർ ക്രാഫ്റ്റ് എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം എന്താണ് ഇവിടെയുള്ള ഐറ്റംസ് എന്ന്. ഇവിടെ ആമാടപ്പെട്ടികൾ തന്നെയാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ആമാടപ്പെട്ടികളാണ് കണ്ടോ. എന്തെല്ലാം ഡിസൈൻസ് ആണെന്ന് നോക്കിയേ. നേരത്തെ ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ ഇത് കണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാം ഒറ്റ കളറായിരുന്നു. ഇവിടെ ഭയങ്കര കളർഫുള്ളായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒറീസയിൽ നിന്നുള്ള ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയിൽ കാണുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക് അതുപോലെയുള്ള പെയിന്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാൻഡേൺസ് ഒക്കെ കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള ലാൻഡേൺസ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ്. അപ്പോൾ ഇവിടെ കേരള മ്യൂറൽ ആർട്സ് എന്നും പറഞ്ഞിട്ട് മ്യൂറൽ പെയിന്റിങ്സ് ആണ് വെച്ചേക്കുന്നത്. എൻ്റെ വൈഫ് ശിഖയും അത്യാവശ്യം നല്ല രീതിയിൽ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പെയിന്റിങ്സ് ഒക്കെ കണ്ടപ്പം എനിക്ക് ശിഖ വരച്ച ഒരു ഗണപതിയുടെ പെയിന്റിംഗ് ഉണ്ട്.
അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗണപതിയുടെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഏകദേശം 6 മാസം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ എന്തുമാത്രം പേഷ്യൻസോട് കൂടിയാണ് ആ ഒരു വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മെറ്റലിനകത്തും നല്ല രീതിയിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു സ്റ്റുഡിയോയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തെല്ലാം ടൈപ്പ് ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് കണ്ടില്ലേ. ഈ ഡ്രൈ ഫ്ലവർ എന്ന് കാണുന്ന ഉടനെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഊട്ടി കൊടൈക്കനാലൊക്കെയാണ് അല്ലേ. എനിക്കതാണ് ഓർമ്മ വരുന്നത്. കാര്യം നമ്മൾ അങ്ങനെയുള്ള ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ പല ടൈപ്പിലുള്ള ഡ്രൈ ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മളിൽ പല ആൾക്കാരും അത് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മളുടെ വീടുകളിൽ വെക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. പല തരത്തിൽ പല ഡിസൈൻസിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്ലവേഴ്സ് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. ശരിക്കും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതിങ്ങനെ ഒന്നിച്ചിരിക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. കണ്ടോ, പൂമാല വരെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ നെയിം ബോർഡ് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഈ സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ സ്ക്രൂ പൈൻ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ആർട്ട് വർക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെയുള്ള കുറേ വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ പല വലുപ്പത്തിലുള്ള പല ബാഗുകൾ, അതുപോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ ചെറിയ വട്ടി, കൊട്ട, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഇപ്പം നമുക്ക് പലപ്പോഴും ഇത് നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പണ്ട് കാലങ്ങളിൽ നമ്മളുടെ വീടുകളിൽ യൂസ് ചെയ്തിരുന്ന പായ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ജൂട്ട് കൊണ്ട് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോയിൽ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചിട്ടുള്ളത് പല തരത്തിലുള്ള ബാഗുകളാണ്. അതായത് സ്ലിംഗ് ബാഗ്സ് ഉണ്ട്, അതുപോലെ ഓഫീസിൽ കൊണ്ടുപോകാൻ പാകത്തിനായിട്ടുള്ള ജൂട്ടിൽ തീർത്തേക്കുന്ന ബാഗുകൾ, പിന്നെ ലാപ്ടോപ്പ് ബാഗ്, സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ബാഗുകൾ, അങ്ങനെയുള്ള കുറേ ബാഗുകളാണ് ഇവിടെ എനിക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു കേട്ടോ നമുക്കിപ്പോൾ ഇത്രയും സ്റ്റുഡിയോസ് കണ്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇറങ്ങി വരുന്ന ഉടനെ തന്നെ ഇവിടെ ഈ പാർക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ഡിസ്പ്ലേ ബോർഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് ഇനിയും ഉള്ളതെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ലഭിക്കും. 8.5 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ വളരെ നീറ്റായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കയറി മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 1-2 ചെറിയ സ്റ്റുഡിയോസും കൂടെ അവൈലബിൾ ആണ്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടേക്കാം. കുറച്ചൊന്ന് നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കൺസേർട്ട് ഹാൾ, അതുപോലെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ, പിന്നെ റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു സ്വിമ്മിംഗ് പൂൾ, വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുന്നല്ലോ എന്ന്. പക്ഷേ ഇത് ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത് റെയിൻ വാട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാങ്കാണത്. ഇതാണ് ഇവരുടെ ഓപ്പൺ എയർ തിയേറ്റർ. അപ്പോൾ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഇവിടെ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയാണിത്. അതിന് ചുറ്റിനും നല്ല പാറക്കെട്ടൊക്കെയാണ്. പിന്നെ ഇത് ഇവരുടെ ഒരു കൺസേർട്ട് ഹാളാണ്, അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ബുഫേ മീൽസ് ഉണ്ട്. ആ ബുഫേ മീൽസിൻ്റെ മെനു ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ദ ഷെഫ് സ്റ്റുഡിയോ എന്നാണ് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയുണ്ട്. കംപ്ലീറ്റ് ഇങ്ങനെ വുഡിലാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് പേരെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സോട് കൂടിയ ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ. ഇപ്പം ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്നല്ലോ, ഇവിടെ ഉച്ചയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബുഫേ മീൽസ് കഴിക്കാൻ സാധിക്കും.
ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ടീ, സ്നാക്സ്, ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡാണ്. ഏകദേശം ഇപ്പോൾ ഒരു 2 മണിക്കൂറായി ഞങ്ങൾ ഇതിനകത്ത് കറങ്ങി നടന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തു. കട്ട്ലറ്റ് പറഞ്ഞു, അതുപോലെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു, അപ്പോൾ പഴംപൊരിയും പറഞ്ഞു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. അതുപോലെ അത്ര ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ കുറച്ച് സ്നാക്സും ജ്യൂസും അതുപോലെ ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കളരി അക്കാഡമി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ കളരിയുടെ ക്ലാസ് നടക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ പോയി വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് ആ കളരി അക്കാഡമിയും കൂടെ കണ്ടതിന് ശേഷം ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ? ഞങ്ങൾ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല നല്ല കലാകാരന്മാർ ചെയ്തു വെച്ചേക്കുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതേ സാധനങ്ങൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. നമ്മളുടെ സിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പല കടകളിലും നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്കൊരു വലിയൊരു സഹായമായിരിക്കും. നമ്മൾ ശരിക്കും ഇവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. ഇവിടെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ നമുക്ക് വരാം. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമായിട്ട് പതുക്കെ നടന്നെല്ലാം കാണാം. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്ക് ബുഫേ ലഞ്ചുണ്ട്. ഞാനത് കാണിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് അതിൻ്റെ മെനു ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം വന്ന് നമുക്കിവിടെ ടീ, സ്നാക്സ് 8 മണി വരെ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ സൺഡേയ്സിൽ 1st and 3rd സൺഡേ ഇവിടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ഇതിന് അപ്ഡേറ്റ്സ് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നമുക്കൊരു ഹാഫ് ഡേ നീറ്റായിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത് ഈ കലാകാരന്മാരുടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപോകാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.